മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണക്കടുത്താണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. റോഡ് സൗകര്യത്തോട് കൂടിയിട്ടുള്ള 20 സെന്റ് സ്ഥലവും 1650 സ്ക്വയർ ഫീറ്റുമുള്ള ഒരു 6 വർഷം പഴക്കമുള്ള വീടാണിത്. നമസ്കാരം സുഹൃത്തുക്കളെ, ഫനാസാണ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നുള്ളത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ ടൗണിൽ നിന്നും ഏകദേശം ഒരു 7-8 കിലോമീറ്റർ ദൂരത്തായിട്ട് പുഴക്കാട്ടിരി പഞ്ചായത്തിലുള്ള പാലൂർ കോട്ട എന്ന സ്ഥലത്താണ്. ഇവിടെ റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള 20 സെന്റ് സ്ഥലവും 1650 സ്ക്വയർ ഫീറ്റുള്ള ഒരു 6-7 വർഷം മാത്രം പഴക്കമുള്ള 4 ബെഡ്റൂമോട് കൂട്ടിലെ വീടാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത്. നമുക്കെന്തായാലും ഈ പ്രോപ്പർട്ടിയുടെ വീഡിയോയിലേക്ക് പോകാം. വീട് കണ്ടതിന് ശേഷം വില ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് സംസാരിക്കാം. ടാർ റോഡിന് അഭിമുഖമായിരുന്ന ഈ ഒരു പ്രോപ്പർട്ടി മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണക്കടുത്ത് പുഴക്കാട്ടിരി പഞ്ചായത്തിൽ പാലൂർ കോട്ട എന്ന സ്ഥലത്താണ്. MES മെഡിക്കൽ കോളേജ് ഭാഗത്തു നിന്നും വെറും 4 കിലോമീറ്റർ ദൂരമാണ് ഈ പ്രോപ്പർട്ടി വരെയുള്ളത്. അതുപോലെ തന്നെ കുറുപ്പത്താൽ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും വെറും 4 കിലോമീറ്റർ തന്നെയാണ് ഇങ്ങോട്ട് ദൂരം. ഈ ഒരു പ്രോപ്പർട്ടിയോട് ചേർന്ന് 400 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗും വരുന്നുണ്ട്. അതുപോലെ തന്നെ കൊളത്തൂർ അത്യാവശ്യം വലിയ ടൗൺ ആണിത്. അങ്ങോട്ടുള്ള ദൂരം വെറും 5 കിലോമീറ്റർ മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് വരുന്നത്. ഈ പ്രോപ്പർട്ടിയിലെ തൊട്ടടുത്തായിട്ട് ഒരു ക്രിസ്ത്യൻ ചർച്ച് വരുന്നുണ്ട്. അധികം ദൂരത്തല്ലാതെ നിസ്കാരപ്പള്ളിയും വരുന്നുണ്ട്. ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആണെങ്കിലും ബസ് റൂട്ടിൽ നിന്ന് 2.5 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ പ്രോപ്പർട്ടിയിലേക്ക്. വീട്ടാവശ്യത്തിനായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് വറ്റാത്ത കിണറിൽ നിന്നുള്ള വെള്ളമാണ്. കൂടാതെ പുറകുവശത്തായിട്ട് 2 ബാത്റൂമും വരുന്നുണ്ട്. ഇത്രയുമാണ് ഈ വീടിൻ്റെ പുറത്തെ വിശേഷങ്ങൾ. നമുക്ക് വീടിൻ്റെ അകത്ത കാഴ്ചയിലേക്ക് പോവാം. 1650 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു വീടാണിത്. ഇതിൻ്റെ സൗകര്യങ്ങൾ വരുന്നത് സിറ്റൗട്ട് വരുന്നുണ്ട്, അവിടെ ഇരിക്കാനായിട്ട് തിണ്ണയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സിറ്റൗട്ടിനോട് ചേർന്ന് തന്നെയാണ് വരുന്നത്. പിന്നെ വരുന്നത് ലിവിങ് ഏരിയയാണ്. റൈറ്റ് സൈഡിലായിട്ട് ഡൈനിങ് ഏരിയ വരുന്നുണ്ട്. 2 ബെഡ്റൂംസാണ് താഴെ വരുന്നത്. ഈ ഒരു വീട്ടിൽ 2 ബാത്റൂമുകളാണ് ആകെ വരുന്നത്. ബെഡ്റൂംസ് ഒന്നും ബാത്ത് അറ്റാച്ച്ഡ് അല്ല. താഴെ ഒരു ബാത്റൂം വരുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിലെ നിലയിലൊരു ബാത്റൂം വരുന്നുണ്ട്. വീടിൻ്റെ ഫ്ലോറിംഗ് എല്ലാം ചെയ്തിട്ടുള്ളത് ടൈൽസിലാണ്. വാസ്തുപ്രകാരം നിർമ്മിച്ച ഒരു വീടാണിത്. താഴെ ഒരു അടുക്കള വരുന്നുണ്ട്, അതിനോട് ചേർന്നൊരു വർക്ക് ഏരിയയും. ഈ വീടിൻ്റെ പുറകുവശത്തായിട്ട് സ്ട്രെസ് വർക്കും ചെയ്തിട്ടുണ്ട്. ഇത്രയുമാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ വിശേഷങ്ങൾ. ഒരു 7 വർഷത്തോളമാണ് ഈ വീടിൻ്റെ പഴക്കം വരുന്നത്. എന്നിരുന്നാലും ഒരു പുതിയ വീടിൻ്റെ പ്രതീതിയിലാണ് ഈ വീട് കാണുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുക. നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വീടാണിത്. മുകളിലത്തെ നിലയിലുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമ്മൾ എത്തുന്നത് ചെറിയൊരു ഹോളിലേക്കാണ്. ഇത് മുകളിലത്തെ ആദ്യത്തെ ബെഡ്റൂമാണ്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ 3ാമത്തെ ബെഡ്റൂമും. ഇതിനോട് ചേർന്ന് നേരെ കാണുന്നതാണ് കോമൺ ബാത്റൂം. റൈറ്റ് സൈഡിലായിട്ടാണ് 4ാമത്തെ ബെഡ്റൂം വരുന്നത്, അതായത് മുകളിലത്തെ 2ാമത്തെ ബെഡ്റൂം. ഇത് കൂടാതെ ഒരു ഓപ്പൺ ടെറസും മനോഹരമായിട്ടുള്ള ഒരു ബാൽക്കണിയും ഈ ഒരു വീട്ടിൽ വരുന്നുണ്ട്. ഇത്രയുമാണ് ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങൾ വരുന്നത്. ഈ ഒരു പ്രോപ്പർട്ടിയുടെ വിലയിലേക്ക് പോകാം. 20 സെൻറ്റിൽ വരുന്ന 1650 സ്ക്വയർ ഫീറ്റുള്ള 6-7 വർഷം മാത്രം പഴക്കമുള്ള 4 ബെഡ്റൂമോട് കൂട്ടിലെ വീടാണിത്. ഇതിന് വീട് ഉൾപ്പെടെ ഇതിനോടമസം ചോദിക്കുന്നത് 75 ലക്ഷം രൂപയാണ്. എന്തായാലും മാന്യമായ വിട്ടുവീഴ്ചയൊക്കെ ഈ എമൗണ്ടിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ പ്രോപ്പർട്ടി സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയാനും ഈ പ്രോപ്പർട്ടി ഒന്ന് കാണുവാനും വീഡിയോയിൽ കൊടുത്തിട്ടുള്ള ചാനൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോപ്പർട്ടികൾ ഞങ്ങളുടെ ചാനലിലൂടെ വീഡിയോ ചെയ്ത് മാർക്കറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും അതേ നമ്മൾ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ.